മറ്റുള്ളവർക്ക് ചട്ടുവമാക്കാനോ ഒക്കെ കഴിയുന്ന ഒരു ആളായി കൊണ്ടുപോകാൻ കഴിയും എന്നുകൊണ്ടായിരിക്കും ഈ യുവ നേതാവിനെ കൊണ്ടുവന്നു എന്നാണ്. എനിക്കതിന് അവരെ കുറിച്ച് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതായത് തിരുവനന്തപുരം നഗരം ഇതുപോലെയൊന്നും ആയാൽ പോരാ. KSRTC ഡ്രൈവറെ തല്ലുന്ന ആക്കല്ലേ അവാർഡ് കൊടുക്കാൻ യോഗ്യതയുള്ള. മേജറെ പോലുള്ള ഒരു പൊതുപ്രവർത്തി ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് UK നിന്നും എക്സലൻസ് ഓഫ് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അത് UK സർക്കാർ കൊടുത്തതാണോ, ഔദ്യോഗികമാണോ അനൗദ്യോഗികമാണോ എന്നൊന്നും മേയർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരു അവാർഡ് കിട്ടാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് മേയർ ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ട് നോക്കാം. ഒരു അവാർഡ് കിട്ടാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് മേയർ ചെയ്തതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താണ് സാറ് മേയറുടെ ഒരു പ്രവർത്തനത്തെ മേയർ മറ്റുള്ള മേയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന മേയറിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. അതായത് മുമ്പ് ഇരുന്ന മഹാരഥന്മാരെന്ന് പറയുന്നത് അറിയാം. MP പപ്പനാഥൻ ഇരുന്നു, അല്ലാതെ എനിക്ക് പല ആളുകളെയും അറിയാം. അതിൽ വെച്ച് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മേഡമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവരെ കുറിച്ച് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതായത് തിരുവനന്തപുരം നഗരം ഇതുപോലെയൊന്നും ആയാൽ പോരാ. മറ്റേ VK പ്രശാന്ത് VK പ്രശാന്തൊക്കെ ഇരുന്നപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് എനിക്ക് പ്രത്യേക രാഷ്ട്രീയ ഒന്നുമുള്ള ആളല്ല ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പിരുന്ന ആളുകളെ വെല്ലുന്ന രീതിയിലുള്ള ഒരു മേയർ ആണ് എന്ന് എനിക്ക് പറയാൻ എന്നെ കൊണ്ട് കഴിയും. ഇടത് സർക്കാർ പറഞ്ഞത് യങ്ങായിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഒരിക്കലുമില്ല. അവർക്ക് ഇത്തിരി പക്വതയും ഭാഗവും ഒക്കെ വന്നതിന് ശേഷം അവരെ മേയർ ആക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇപ്പൊ മേയർ ആയ സമയം തൊട്ട് ഒരുപാട് വിവാദങ്ങളിലൂടെ ആര്യ രാജേന്ദ്രൻ പോയല്ലോ. ആ ഒരു വിവാദങ്ങൾക്കായിരിക്കും അവാർഡ് കൊടുത്തിരിക്കുന്നത്? അതുമായിരിക്കാം. ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനമൊക്കെ കൊണ്ട് കിട്ടിയതായിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, ഒരു അവാർഡ് കിട്ടാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ മേയർ കാഴ്ചവെച്ചതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താ ഈ മേയറിന്റെ പ്രവർത്തനത്തെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ? ഇല്ല, അങ്ങനെയൊന്നും അതിനെപ്പറ്റി നമുക്ക് ഇതുമായിട്ട് ഞാൻ ഈ രാവിലെ പത്രം വായിക്കും. ഇപ്പം വായിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഈ എഡിറ്റോറിയം ഒന്നും വായിക്കാനൊന്നും പറ്റില്ല. മേയർ ഇപ്പം കുറച്ചധികം വർഷമായിട്ട് നമ്മൾ ഭരിക്കുകയാണല്ലോ. പുതിയൊരു ഇലക്ഷൻ ചെറുപ്പക്കാര് നല്ല ഒരു ഇതുണ്ട്. പക്ഷെ ഒരുപാട് വിവാദങ്ങളിൽ പുള്ളിക്കാരി പെട്ടിട്ടുണ്ടല്ലോ. എന്താണ് പ്രവർത്തനത്തെ പറ്റി എന്ന് തോന്നുന്നു? നമ്മുടെ കോർപ്പറേഷനില് വികസനങ്ങൾ എന്തെങ്കിലും വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളില് നമുക്ക് പിന്നെ അത്രത്തോളം എല്ലാ മേയറും ചെയ്യുമ്പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോകുന്ന പുതിയ വികസനങ്ങളൊന്നും ഉണ്ടായതായിട്ട് നമുക്കൊന്നും അങ്ങനെ കാഴ്ച കാണാൻ പറ്റുന്നില്ല. ഒരു അവാർഡ് കിട്ടാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മേയർ തിരുവനന്തപുരത്ത് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? നല്ല പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. കുഴപ്പമില്ല. ഞാൻ സിറ്റിക്കകത്ത് വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ വന്നതിന് ശേഷമുള്ള കുറച്ച് വികസന പ്രവർത്തനങ്ങൾ പറയാമോ നമ്മുടെ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വികസനങ്ങളും കാര്യങ്ങളും മറ്റേ പഞ്ചായത്ത് വഴി ഉള്ള കാര്യങ്ങളും. പഞ്ചായത്തല്ല, ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ മേയർ. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു അവാർഡ് കിട്ടാൻ തക്ക വിധമുള്ള പ്രവർത്തനങ്ങൾ പിന്നെ KSRTC ഡ്രൈവറെ തല്ലുന്ന ആക്കല്ലേ അവാർഡ് കൊടുക്കാൻ യോഗ്യതയുള്ള. ഒരു അവാർഡ് കിട്ടാൻ തക്കമുള്ള പ്രവർത്തനങ്ങൾ മേയർ ഇവിടെ തിരുവനന്തപുരത്ത് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? പല അവാർഡുകളും ഇപ്പോൾ കൊടുക്കുന്നത് അവാർഡിന് വേണ്ടി അവാർഡ് ഉണ്ടാക്കുകയാണ്, അവാർഡ് കൊടുക്കാൻ വേണ്ടി. അത് പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്ന അതാണ്. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി സംബന്ധിച്ചിടത്തോളം ആ തുടക്കം മുതലേ ഒരുപാട് അപാകതകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഓണാഘോഷ സമയത്ത് ഈ കോർപ്പറേഷൻ്റെ അകത്ത്, കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെടുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിനകത്ത് നല്ല പൈസ മുടക്കി വളരെ സുന്ദരമായ ടോയ്ലറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആളുകൾ എവിടെ ടോയ്ലറ്റ് ഉണ്ടെന്ന് അന്വേഷിച്ച് അതുവരെ വരികയും വൃദ്ധരായവർ, സ്ത്രീകൾ, ഗർഭിണികളായവർ ഇവരൊക്കെ വന്നിട്ട് നിരാശരായി പോകുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം അതിനകത്തെല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നു, വെള്ളമില്ല. വൃത്തികേടായിട്ട് കിടക്കുന്നു മാത്രമല്ല, വെള്ളമില്ല. അപ്പോൾ ഇത് ഞാൻ അപ്പോഴേ തന്നെ കോർപ്പറേഷൻ മേയറെ വിളിക്കുകയും
മേയറെ വേറൊരാളാണ് എടുത്തത്. അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് അപ്പോഴും ഞാൻ നോക്കുമ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥ ഇത് പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ശ്രദ്ധക്കുറവാണ് ഇതിനെല്ലാം കാരണം. അങ്ങനെയുള്ള ഒരു കോർപ്പറേഷന് മേയർക്ക് അവാർഡ് കൊടുത്തു എങ്കിൽ ആ അവാർഡ് കൊടുത്തവർക്ക് വേറൊരു അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അവാർഡ് കിട്ടാൻ തക്കവിധമുള്ള പ്രവർത്തനങ്ങൾ മേയർ ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നാമത് ഞാൻ ഈ ജില്ലക്കാരനല്ല, ഈ നഗരസഭയിൽ ഉൾപ്പെട്ട ആളുമല്ല. അപ്പോൾ വാർത്തയിലൂടെ മാത്രമേ ഇതറിയത്തുള്ളൂ. വാർത്തയിലൂടെ കേൾക്കുന്നത് വെച്ചിട്ട് എന്ന് തോന്നുന്നു മേയർ അത്രയ്ക്കുള്ള വികസനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമോ? ഇവിടുത്തെ എല്ലാ മേഖലകളിലും ആ നഗരസഭയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരു അവാർഡ് കിട്ടാൻ തക്കവിധമുള്ള പ്രവർത്തനങ്ങൾ മേയർ തിരുവനന്തപുരത്ത് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മേജർക്ക് ആ ഒരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിലേ അതിൻ്റെ അർഹതപ്പെട്ട ജോലി ഉത്തരവാദിത്തം മേജറുടെ ഭാഗത്തും ഉണ്ടാവും. അല്ലാതെ ഒരാളെ തിരഞ്ഞെടുക്കത്തില്ലല്ലോ. ഒരുപാട് വിവാദങ്ങളിൽ മേയർ വിവാദങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തകരാകുമ്പോൾ ഉണ്ടാവും. ഡ്രൈവറെ തടഞ്ഞു നിർത്തി ശരിയായിരിക്കും. അതിനകത്ത് ശരിയാ തെറ്റുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കില്ലയോ. അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഗത്ത് ശരിയായിട്ടുള്ള മേജറുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ലാത്തതാണ്. മേജറെ പോലുള്ള ഒരു പൊതുപ്രവർത്തി ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ളത്. യങ് ലേഡിയെ കൊണ്ടുവരുമ്പോൾ അത് യുവജനങ്ങൾക്ക് പ്രാധാന്യം കിട്ടുമെന്നും ഒക്കെ ഉള്ളത് ഒരു വശത്ത് നോക്കുമ്പോൾ ശരിയാണെങ്കിലും നമ്മുടെ മേയറെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്, ഈ യങ് ലേഡിയെ കൊണ്ടുവരുമ്പോൾ ഒരു നിശ്ചയമായ ഒരു ആദർശമോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു തൻ്റെടമായിട്ട് ഒരു പ്രവർത്തനം ചെയ്യാതെ തന്നെ മറ്റുള്ളവർക്ക് ചട്ടുവമാക്കാനോ ഒക്കെ കഴിയുന്ന ഒരു ആളായി കൊണ്ടുപോകാൻ കഴിയും എന്നുകൊണ്ടായിരിക്കും ഈ യുവ നേതാവിനെ കൊണ്ടുവന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെ പിന്നീടുള്ള പ്രവർത്തനം കൊണ്ടാണ് അത് മനസ്സിലാവുന്നത്. കാരണം എല്ലാം ഒരു കുട്ടിക്കളിയോടെയാണ് പല കാര്യങ്ങളും കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ എന്തെല്ലാം വിവാദങ്ങൾ പലതുണ്ടായി. ഈ ചെയ്യാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൈസ. അപ്പോൾ ഇതൊക്കെ മേയറെന്ന ആ കസേരയിരിക്കുന്നയാൾ താഴോട്ട് എന്ത് നടക്കുന്നു അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അപ്പോൾ ആർജവമില്ലാതെ മറ്റുള്ളവർ പറയുന്ന കേട്ടുകൊണ്ട് ഏതൊരു ഭരണാധികാരിയായാലും ഫയൽ നീക്കുകയാണെങ്കിൽ അത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്നാണ് സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. മേയറുടെ ഇത്രയും വർഷത്തെ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ചേട്ടൻ എന്ത് തോന്നുന്നു? വലിയ ഗുണമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്താ ചേട്ടാ ഒരു ഫോൾട്ടായിട്ട് ചേട്ടന് പറയാനുള്ളത്? എന്താ മേയറെ പറ്റി? ഒരുപാട് വിവാദങ്ങളിലൂടെയും യങ്ങല്ലേ, അതെ അതെ, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ അപ് ടു ദ ലെവൽ വരുന്നില്ല. അവരുടെ മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അത്രയ്ക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. അതിൻ്റെ എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു അവാർഡ് കിട്ടാൻ തക്കവിധമുള്ള പ്രവർത്തനങ്ങൾ മേയർ ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അവർ പ്രായം കുറവാണെങ്കിലും പ്രായപരിധി കഴിഞ്ഞുള്ള വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരാളാണ്. ഒരു അവാർഡ് കിട്ടാൻ തക്കവിധമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ ചെയ്തതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. എന്താ സാറ് ആര്യരാജിന്റെ പ്രവർത്തനത്തെ പറ്റിയുള്ള അഭിപ്രായം? മേയറത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് വലുതായിട്ടൊന്നും കേട്ടിട്ടില്ല. ഒരിക്കൽ ബസ് കേസായിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇവരെ അറിയത്തുള്ളൂ എനിക്ക്. അല്ലാതെ എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ ഇടത് സർക്കാർ മേയറെ കൊണ്ടുവന്നപ്പം പറഞ്ഞത് പ്രായം കുറഞ്ഞ ആദ്യത്തെ ഒരു മേയറാണ്. പാർട്ടിക്കാരായതുകൊണ്ട് കൊണ്ടുവന്നു. ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ്. അല്ലാണ്ട് ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഒന്നും തോന്നുന്നില്ല. അവരുടെ പ്രവർത്തനത്തിൽ യാതൊന്നും എനിക്ക് തോന്നുന്നില്ല.